സുരേഷ് ഗോപിനെ ഞാൻ വളരെ ആത്മാർത്ഥമായി കേരളത്തിൽ ജയിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ സുരേഷ് ഗോപിയാണ്. വളരെ ആത്മാർത്ഥമായിട്ട്. കാരണം ഞാനും അദ്ദേഹം തമ്മിൽ വളരെ ആത്മാർത്ഥമായ ഒരു ബന്ധം ഉണ്ട്. കാരണം എന്നെ അദ്ദേഹം ഒരു വലിയ കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട്. ആ സഹായം ഇങ്ങനെ പറയാൻ പാടുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം എനിക്കൊരു അസുഖമുണ്ടായി, പ്ലേറ്റ്ലേറ്റിൻ്റെ ഒരു കുറവുണ്ടായി. അപ്പം എന്നെ എമർജൻസി ആയി കോഴിക്കോട് ബിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ രാത്രി 9 മണിക്കാണ് എന്നെ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പം രാവിലെ 6 മണിക്കായപ്പോഴത്തേക്ക് എൻ്റെ പ്ലേറ്റ്ലേറ്റ് ഒരു 3000 4000ലേക്ക് എത്തി. അപ്പോൾ എന്നെ പെട്ടെന്ന് അവിടുന്ന് വെല്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനെ വെല്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് രാവിലെ 6 മണിക്ക് അവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ വേണ്ടി അവിടെ ലുലുവിൻ്റെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യണം. ആ സമയത്ത് അവിടെ ലുലുവിൻ്റെ ഹെലിപ്പാഡിൽ അവിടെ പെർമിഷൻ ഇല്ല ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കളക്ടർ വിളിച്ചു വന്ന് പ്രശാന്തിനെ വിളിച്ചു. അവിടെ കുറേ ആൾക്കാരെ വിളിച്ചു. പക്ഷേ ആരും DGCയോട് പെർമിഷൻ മേടിച്ച് തരാൻ വേണ്ടി നോക്കിയിട്ട് നടക്കുന്നില്ല. അങ്ങനെ അവസാനം സുരേഷ് ഗോപിനെ വിളിക്കുകയാണ്. സുരേഷ് ഗോപിനെ വിളിച്ചപ്പോൾ പിന്നെ നടന്നത് എന്താണെന്ന് അറിയോ? ആൻഡോയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ആൻഡോയ്ക്ക് ഇങ്ങനെ പ്ലേറ്റ്ലേറ്റ് ഇഷ്യൂ ആയി അങ്ങനെ വെല്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഒറ്റ കോളാരാണ്, ഒരേ ഒരു കോൾ. പിന്നെ നടന്നെന്താണെന്ന് അറിയോ? ഞാൻ അവിടെ ഹെലികോപ്റ്റർ 6:20 ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നു, എന്നെ അവിടുന്ന് പിക്ക് ചെയ്യുന്നു, വെല്ലൂർ കൊണ്ടുവന്നു. അങ്ങനെ ഇവിടുന്ന് ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് വെല്ലൂർ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇറങ്ങേണ്ടത്. അവിടെ അന്ന് എൻ്റെ ഒരു സമയദോഷമായിരിക്കാം, അന്ന് അവിടെ തമിഴ്നാട് ഗവർണർ ഇറങ്ങുകയാണ് അവിടെ ലാൻഡ്. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങുന്ന സമയം എന്ന് പറയുന്നത് 9 മണിയാണ്. 9 മണിക്ക് തമിഴ്നാട് ഗവർണർ അവിടെ ഇറങ്ങാൻ പോവുകയാണ്. വേറെ നിവൃത്തിയില്ല. അന്ന് സുരേഷ് ഗോപി ചെയ്തൊരു കാര്യം അറിയോ? പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ച് തമിഴ്നാട് ഗവർണർ, ഇദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് കണക്ഷനില്ല, അവിടെ പ്രധാനമന്ത്രി ഓഫീസിൽ വിളിച്ച് ഗവർണറോട് പറഞ്ഞു, ആ ഹെലികോപ്റ്റർ 9 മണിക്ക് ഗവർണർ ഇറങ്ങേണ്ട ഹെലികോപ്റ്റർ എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഞാൻ ഇറങ്ങി 11:30ക്കാണ് ഇറങ്ങുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന അവസ്ഥ എന്താ അറിയോ? അത് മാത്രമല്ല, വെല്ലൂർ കളക്ടറെ വിളിച്ച് അവിടെ റോഡ് ക്ലിയർ ചെയ്ത് എന്നെ എനിക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് എവിടെ എത്തിച്ചു എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വെല്ലൂർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ ചെല്ലുമ്പോൾ അവിടെ മീന എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു PR അറേഞ്ച് ചെയ്ത് നിർത്തി. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു ബോധമുള്ള സമയമാണ്. അപ്പം അവിടെ ചെല്ലുന്ന സമയത്ത് വാഹനം ഒക്കെ ആയിട്ട് ഈ മീനും ഈ ഡോക്ടർമാരെല്ലാം പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. എനിക്കൊരു 9 ദിവസം ഞാൻ അവിടെ കിടന്നു. എൻ്റെ പ്ലേറ്റ് ഇഷ്യൂ ഫുഡ് പോയിസൺ അടിച്ചാണ്. ഫുഡ് പോയിസൺ അടിച്ച് പ്ലേറ്റ് ഞാൻ തിരുവനന്തപുരത്ത് ഫുഡ് കഴിച്ച് ഞാൻ കോഴിക്കോട് വന്നപ്പോഴത്തേക്കും പ്ലേറ്റ് ഇഷ്യൂ ആയതാണ്. അങ്ങനെ എനിക്ക് ഇത് ഞാൻ സത്യമായിട്ട് പറയുകയാണ്, ഇത് സുരേഷ് ഗോപി ആൻഡോ എന്നുള്ള വ്യക്തിയിൽ നിന്നും ഒരു കാര്യം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞതല്ല. ഞാനും അദ്ദേഹം തമ്മിൽ എനിക്ക് തോന്നുന്നു 13 വർഷത്തെ ബന്ധമുണ്ട്. 13 വർഷത്തെ ബന്ധം. അപ്പം ഞാൻ ആൻഡോയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും അദ്ദേഹം നേടിയെടുക്കാൻ പറ്റും. ഇതാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. ജനങ്ങളുടെ അടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആരെന്ത് നേട്ടം കിട്ടുന്നു അങ്ങനെ ഒരു കാര്യം നോക്കിയിട്ടല്ല സുരേഷ് ഗോപി ഒരു കാര്യം ചെയ്തു, ഒരു കാര്യം നോക്കിയിട്ടല്ല.